ഹലോ ഗൈസ്, ഇപ്പോൾ ടുട്ടു ആൻഡ് രൂപു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഉണക്കച്ചെമ്മീൻ വറുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉണക്കച്ചെമ്മീൻ തലയും വാലും പിന്നെ അതിൻ്റെ കാല് പോലെ നടുക്കുള്ളതും കൂടി കളഞ്ഞിട്ട് കിള്ളി എടുത്തതിന് ശേഷം നല്ലപോലെ 2 തവണ കഴുകി ആവശ്യത്തിന് ഉപ്പ്, ഒത്തിരി ഉപ്പ് ചേർക്കരുത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിരുമ്മി വയ്ക്കുക. പിന്നെ നമ്മൾക്കിത് വറുക്കാനായിട്ട് ഇപ്പോൾ ഒരു 10-12 ഉള്ളി, ചുവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളകും അത്രയും ചതച്ചെടുക്കണം. ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്ത് വരാനുള്ള വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഉള്ളിയും മുളകും മൂപ്പിക്കാനുള്ള പാകത്തിനും കൂടിയുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ തിരുമ്മി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം, അതിനകത്തുള്ള ജലാംശവും കൂടി കളഞ്ഞിട്ട്. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉണക്കച്ചെമ്മീൻ ഒത്തിരി നേരം നമ്മൾ തിരുമ്മി അങ്ങനെ വെക്കരുത്. മാക്സിമം ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ തിരുമ്മി വെച്ച ഉണക്കച്ചെമ്മീൻ വരുന്ന നനവ് അത് തണുത്ത് പോകും, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടില്ല. ഇനി നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒരു ഗോൾഡൻ കളർ ആവുന്നത്, ഇപ്പോൾ ഈ കളർ മാറി ഒന്ന് വെളുത്ത് പിന്നെ ഒന്ന് ചുവന്ന് വരുന്നവരെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒരു പകുതി മൂപ്പായിട്ടുണ്ട്, വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറി ഒന്ന് ചുമന്നൊരു റെഡ് കളറിലേക്ക് വീണ്ടും അതൊന്ന് മാറും, അപ്പോഴാണ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ആദ്യമേ കോരി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഇത് കോരണം എന്താണെന്ന് വെച്ചാൽ, കോരി വെച്ച് കഴിഞ്ഞാലും ഇത് പതുക്കെ വന്നിരുന്ന് മൂക്കും. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ചതച്ച് ചേർക്കാം. ഇനി ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടി ചതച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. ഇത് നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ളിയും മുളകും ചതയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ മൊരിഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ചെന്ന് കഴിയുമ്പോൾ അത് തണുത്ത് പോകും. കൂടുതലും ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉണക്കച്ചെമ്മീൻ ഉള്ളിയും മുളക് പിടിച്ച് ചതച്ച് കഴിഞ്ഞാൽ അത് മൊരിഞ്ഞ് കിട്ടില്ല എന്ന്. പക്ഷേ ഈ ഉള്ളിയും മുളകും നല്ലപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് തണുത്ത് പോകില്ല. ഇനി നമ്മൾക്കിപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ നല്ലപോലെ ചേർത്തെടുക്കുക. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ഉള്ളിയും മുളകും ചതച്ചതിന് ഉപ്പ് ഇട്ടിട്ടില്ല. ഇവിടെ അമ്മ നല്ലപോലെ ഉപ്പിട്ടാണ് ഉണക്കച്ചെമ്മീൻ തിരുമ്മി വെച്ചത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഉള്ളിയും മുളകും വറുക്കാനിടുന്ന നേരത്തെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഉചിതം, അല്ലെങ്കിൽ അത് ഇരുന്ന് ഒന്നോടെ മുരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ചൂടിൽ മാറ്റി വയ്ക്കാം. നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞാലും കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയായിരുന്നു. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഉണക്കച്ചെമ്മീൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മീൻകറി ഇല്ല, അല്ലെങ്കിൽ മീൻ വറുത്തതൊന്നുമില്ല, പച്ചക്കറി മാത്രമുള്ളൊരു ഒഴിച്ചു കൂട്ടാനും തോരനൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു കറിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് നമുക്ക് ചോറുണ്ണാം.